ഈ ലോകത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും അവിശ്വസനീയമായ 3 കോ ഇൻസിഡൻസുകൾ പരിചയപ്പെടാം. അതിൽ അവസാനത്തേത് കേട്ടാൽ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും. ഇതിൽ 3-ാം സ്ഥാനം ദ ടൈറ്റാനിക് ആൻഡ് ദ ഫ്യൂട്ടിലിറ്റി പ്രഡിക്ഷൻ. ടൈറ്റാനിക് എന്ന ആഡംബര കപ്പൽ മുങ്ങുന്നതിന് 14 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1898-ൽ എഴുത്തുകാരനായ മോർഗൻ റോബർട്ട്സൺ എന്ന വ്യക്തി ഫ്യൂട്ടിലിറ്റി അല്ലെങ്കിൽ ദ റെക്ക് ഓഫ് ദ ടൈറ്റാൻ എന്ന പേരിൽ ഒരു നോവൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിൽ നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു മഞ്ഞുമലയിൽ ഇടിച്ചതിനെ തുടർന്ന് മുങ്ങിയ ടൈറ്റാൻ എന്ന ആഡംബര കപ്പലിനെ കുറിച്ച് വിവരിച്ചിരുന്നു. ഇത് 1912-ൽ ടൈറ്റാനിക് മുങ്ങിയതിന് സമാനമായ ഒരു കഥയാണ്. ടൈറ്റാനിക്കിലെ പോലെ തന്നെ ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ ഇല്ലാത്തതിനാൽ നിരവധി ആളുകൾ മരിച്ചതിനെ കുറിച്ചും ഈ നോവലിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കപ്പൽ മുങ്ങിയ മാസം, കപ്പലിന്റെ വേഗത, വലുപ്പം, മുങ്ങിയ സ്ഥലം എന്നിവയെല്ലാം ഏകദേശം സമാനമാണ്. 2-ാം സ്ഥാനം ലിങ്കൺ കെന്നഡി കണക്ഷൻ. പ്രസിഡന്റുമാരായ എബ്രഹാം ലിങ്കണും ജോൺ എഫ് കെന്നഡിയും തമ്മിലുള്ള സാദൃശ്യങ്ങൾ തികച്ചും അതിശയകരമാണ്. അവയിൽ ചിലത് എബ്രഹാം ലിങ്കൺ 1860-ലും ജോൺ എഫ് കെന്നഡി 1960-ലുമാണ് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതായത് കൃത്യം 100 വർഷത്തെ വ്യത്യാസത്തിൽ. എബ്രഹാം ലിങ്കൺ 1846-ലും കെന്നഡി 1946-ലുമാണ് കോൺഗ്രസിലേക്ക് വരുന്നത്. അതുപോലെ ഇവർ രണ്ടുപേരും മരിച്ചത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അതും രണ്ടുപേരും വെടിയേറ്റാണ് മരിച്ചത്. എബ്രഹാം ലിങ്കണ് ശേഷം വന്ന പ്രസിഡന്റിന്റെ പേര് ജോൺസൺ എന്നായിരുന്നു. അതുപോലെ കെന്നഡിക്ക് ശേഷം വന്ന പ്രസിഡന്റിന്റെ പേരും ജോൺസൺ എന്ന് തന്നെയായിരുന്നു. ഇങ്ങനെ നിരവധി സാദൃശ്യങ്ങളാണ് ഇവർ തമ്മിലുള്ളത്. 1-ാം സ്ഥാനത്ത് ആരാണെന്ന് അറിയുന്നതിന് മുമ്പേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതിൽ 1-ാം സ്ഥാനം ദ സെപ്പറേറ്റഡ് ജിം ട്വിൻസ്. ഈ ലോകത്തിൽ നടന്നിട്ടുള്ള അവിശ്വസനീയമായ ഒരു കോ ഇൻസിഡന്റ് ആണിത്. ജനന സമയത്ത് വേർപിരിഞ്ഞ 2 ഇരട്ട സഹോദരങ്ങൾ 39-ാം വയസ്സിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഞെട്ടിക്കുന്ന കാര്യം അവർ തിരിച്ചറിഞ്ഞത്. ഇരുവരുടെയും ജീവിതം ഏതാണ്ട് സമാനമായിരുന്നു. അതായത് 2 പേരുടെ പേരും ജിം എന്നായിരുന്നു. അതുപോലെ 2 പേർക്കും ഒരു നായ ഉണ്ടായിരുന്നു. 2 നായയുടെയും പേര് ടോയ് എന്നാണ്. ഇവർ 2 പേരും 2 തവണ കല്യാണം കഴിച്ചിരുന്നു. 2 പേരുടെയും ആദ്യത്തെ ഭാര്യയുടെ പേര് ലിൻഡ എന്നായിരുന്നു. 2 പേരുടെയും സെക്കൻഡ് വൈഫിന്റെ പേര് ബെറ്റി എന്നുമാണ്. ഷെവർലെ എന്ന കാറാണ് 2 പേരും ഓടിച്ചത്. അതുപോലെ 2 പേരും ഹെവി സ്മോക്കേഴ്സുമാണ്. ഇങ്ങനെ നിരവധി സാമ്യതകളാണ് ഇവർ തമ്മിലുള്ളത്. ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും അത്ഭുതകരമായ സൈക്കോളജിക്കൽ കോയിൻസിഡൻസ് എന്നാണ് ഇതിനെ സയന്റിസ്റ്റുകൾ വിശേഷിപ്പിച്ചത്. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലുള്ള ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ടോ? കമന്റ് ചെയ്യൂ.